السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لا أسألكم عليه أجرا إلا المودة في القربى. صدق الله مولانا العظيم. لي خمسة نطفي بها حر الوباء الحاتمة، المصطفى والمرتضى وابناهما والفاطمة. علم أمة سيدنا ومولانا محمد. അഭിനന്ദനായ അധ്യക്ഷൻ സയ്യിദ് സ്വാലിഹ് തങ്ങൾ ഇദ്രീസി അവരുടെ, വേദിയിൽ ഉപവിഷ്ടരായ അബ്ദുൽ മലിക് ജുമൈലി തങ്ങൾ അടക്കമുള്ള സദാത്തുക്കളെ, ഉലമാക്കളെ, ഉമറാക്കളെ, ഈ മുബാറക്കായ മജ്ലിസിൽ സന്നിഹിതരായ സഹോദര സഹോദരിമാർ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒന്നിരായ സയ്യിദ് ബുക്കോയത്തങ്ങൾ ഇദ്രീസി അവരുടെ 19ാമത്തെ ഉറൂസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളും സഫലമാക്കി തരട്ടെ. നമ്മുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല ദൂരീകരിച്ച് തരട്ടെ. മഹാന്മാരായ സദാത്യങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു തആല ശിഫയാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ്, സുദീർഘമായ ഒരു പ്രഭാഷണം നമ്മുടെ ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഇവിടെ നമുക്ക് നിർവഹിച്ചു തരുന്നുണ്ട്. ഞാൻ സുദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. 1-2 പരിപാടിയും കൂടെയുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ കേരളക്കരയിൽ മഹാന്മാരായ ഒരുപാട് സാദാത്യങ്ങൾ യമനിൽ നിന്ന്, യമനിലെ ഹദറമൗത്തിൽ നിന്ന് ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് മഹാരഥന്മാരായ സദാത്യങ്ങൾ. പല കബീലകളിലും അറിയപ്പെടുന്ന, എല്ലാ കബീലകളും അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചെന്നെത്തുന്ന, ഓരോ പിതാക്കളിലൂടെ, പിതാമഹന്മാരിലൂടെ ചെന്നെത്തുന്ന പരമ്പരയാണ്. ഇവിടെ നമ്മുടെ ഈ മൗലിദിൻ്റെ അവസാനത്തിൽ ബുക്കോയത്തങ്ങളുടെ ആ സിൽസില ഇവിടെ വായിക്കുകയുണ്ടായി. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് സദാത്യങ്ങൾ, ഇദ്രീസി കബീല, അത് കൊച്ചിയിൽ അവരുടെ വലിയ ഒരു ശൃംഖല തന്നെയുണ്ട്.
സയ്യിദ് അബൂബക്കർ ബമ്പ് എന്നൊക്കെ പറയുന്ന മഹാൻ, അദ്ദേഹം റിഫായി ത്വരീഖത്തിൻ്റെ വലിയ ഷെയ്ഖായിരുന്നു. പണ്ട് കാലത്തുണ്ടായിരുന്ന റാത്തീബുകൾക്കൊക്കെ അവരുടെ സമ്മതപ്രകാരം പല ഭാഗങ്ങളിലും റാത്തീബുകളൊക്കെ നടന്നു വരുന്നത്. അങ്ങനെ ഐദറൂസി കബീല, അതുപോലെ തന്നെ ബാഫക്ക്, അതുപോലെ തന്നെ ജമലുല്ലൈൽ, അതുപോലെ ഷിഹാബുദ്ദീൻ, അതുപോലെ തന്നെ സക്കാഫ്, ഒരുപാട് അറിയപ്പെടുന്ന കബീലകൾ. ഇവിടെയൊക്കെ സിൽസില നമ്മൾ പരിശോധിക്കുമ്പോൾ അവരൊക്കെ യമനിൽ നിന്ന്, തെരീമിൽ നിന്ന് തന്നെ ഹദർമൗത്ത് എന്ന് പറയപ്പെടുന്ന ഒരു പ്രദേശത്തിൽ നിന്ന് ഇവിടേക്ക് കുടിയേറിയവരാണ്. യമനിലെ ആ പാരമ്പര്യം നമുക്കറിയാം. അവിടെ തെരീമിലൊക്കെ പോയാൽ നമ്മുടെ കേരളത്തിലെ അതുപോലെയുള്ള ഒരു പ്രകൃതി. യമനികൾ നമ്മുടെ പണ്ടുണ്ടായിരുന്ന കരയിലുണ്ടായിരുന്ന വയസ്സന്മാർ, അവർ കളിത്തുണിയും ആ അരയിൽ ഒരു ബെൽറ്റുമൊക്കെ ഒരു കത്തിയുമൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ബനിയനുമൊക്കെ ഇട്ടുകൊണ്ട് തലയിൽ കെട്ടുമായി നടന്നിരുന്ന നമ്മുടെ പൂർവികന്മാരായ കേരളക്കരയിലുള്ള നമ്മുടെ പൂർവികന്മാർ, ആ രീതിയിലുള്ള ഒരുപാട് ആളുകൾ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു പാരമ്പര്യം അങ്ങനെ യമനിയിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു പാരമ്പര്യമാണ്. ഇവിടെ മിക്ക കബീലകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരൊക്കെ ഹദർമൗത്തിൽ നിന്ന് വന്നതാണ്. ഹദർമൗത്ത് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു സ്ഥലമാണ്. ഈ ഹദർമൗത്ത് എന്ന് അതിന് പേരിട്ട് കിട്ടാനുള്ള കാരണം, ഹദർമൗത്ത് മരണമാസന്നമായി എന്നാണ് അതിൻ്റെ അർത്ഥം. ആമിർ ഇബ്നു ഖഹ്താൻ എന്ന ഒരു പടയാളി, അദ്ദേഹം യുദ്ധമുണ്ടാകുന്ന അവസരത്തിൽ ആമിർ ഇബ്നു ഖഹ്താൻ എന്ന ആ പടയാളി ആ പടയിൽ വന്നാൽ ആളുകൾ പറയും ഹദർമൗത്ത്, മരണമാസന്നമായി. കാരണം അദ്ദേഹം അടക്കളത്തിൽ അടരാടി ഒരുപാട് ആളുകളെ വധിച്ചു കളയും. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ധീരമായ ഒരു യുദ്ധത്തിൻ്റെ മുറ, ഒരുപാട് ആളുകൾ മരിച്ചു വീഴുന്ന ഒരു സ്ഥലം. അങ്ങനെ പിന്നെ ആ സ്ഥലത്തിന് അദ്ദേഹം ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഹദർമൗത്ത് എന്ന് പറഞ്ഞു, മരണമാസന്നമായി. അപ്പം അങ്ങനെയുള്ള ഒരു പ്രദേശം, അവിടെ നിന്നാണ് മഹാന്മാരായ സാദാത്യങ്ങളൊക്കെ ഇവിടേക്ക് വന്നിട്ടുള്ളത്. വലിയ വലിയ സൂഫി വര്യന്മാരും പ്രബോധകരും ഒരുപാട് കറാമത്തിനുടമകളുമായിരുന്ന മഹാരഥന്മാർ. അപ്പം അങ്ങനെയുള്ള മഹത്തുക്കൾ അവരുടെ പാദ സ്പർശനമേറ്റുകൊണ്ട് ധന്യരായ ഒരു കൊച്ചു നാടാണ് നമ്മുടെ കേരളം. അൽഹംദുലില്ലാ. അങ്ങനെയുള്ള സാദാത്യങ്ങൾ അവർ ഒരു നാട്ടിലുണ്ടാകുക എന്നുള്ളത് വലിയ ആ നാട്ടിന് വെളിച്ചമാണ്, ആ നാട്ടിൻ്റെ സൗഭാഗ്യമാണ്, ആ നാട്ടിനുള്ള ബറക്കത്താണ്. അപ്പോൾ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തതികളാണ്. അപ്പം അവർ നമ്മിലേക്ക് അവർ ഇവിടെ വന്നുകൊണ്ട് നമുക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമായി കൊണ്ടൊക്കെ നമുക്കവർ നേതൃത്വം നൽകുമ്പോൾ അത്
വലിയ പുണ്യമുള്ള നമുക്ക് ഏറ്റവും വലിയ സൗഭാഗ്യവും കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദാത്യങ്ങൾ പണ്ഡിതന്മാർ അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് വലിയ സദാത്യങ്ങൾ, അവരുടെയൊക്കെ ജീവിതം നമ്മൾ പരതുമ്പോൾ നമുക്കറിയാം അവരുടെ ഇവിടെ നമുക്ക് ചെയ്തു തന്ന ഒരുപാട് പുണ്യപ്രവർത്തനങ്ങൾ. ഒരു നാട്ടിൽ ആ നാട്ടിലെ മഹല്ലത്തിലെ പള്ളിയിലും മദ്രസയിലുമൊക്കെയുള്ള അവരുടെ നേതൃത്വം, അതുപോലെ തന്നെ മഹാനായ നമ്മുടെ കോയത്തങ്ങൾ ഒരു എഴുത്തുകാരനായിരുന്നു. ഒരുപാട് കാലം നമുക്ക് ഈ നാട്ടിലും അതുപോലെ തന്നെ മറുനാട്ടിലുമൊക്കെ ദീനി സേവനം ചെയ്ത ഒരു മഹൽ വ്യക്തിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. പരിശുദ്ധമായ റജബ് മാസം, ആ മാസത്തിലാണ് നമ്മളുള്ളത്. ഒരുപാട് പുണ്യവാന്മാർ വഫാത്തായ മാസമാണ്. ഇവിടെ അനുസ്മരിക്കപ്പെട്ടു മഹാനായ ഖാജ തങ്ങൾ. ഇന്ത്യയുടെ സുൽത്താൻ അജ്മീരിൽ അന്ത്യവിഷമം കൊള്ളുന്ന ഖാജ മുഈനുദ്ദീൻ ഹസൻ സഞ്ചരി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവരൊക്കെ ഈ നാടിന് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി ഒരുപാട് ദീനീ സേവനം നടത്തിയുള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മദദും ഹിമായത്തും അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. ഈ പരിപാടി മാഷാ അല്ലാഹ് നമ്മുടെ സാലിഹ് തങ്ങൾ എല്ലാ വർഷവും ഇത് വളരെ വിപുലമായ രീതിയിൽ തന്നെ ഇവിടെ നടത്തി വരികയാണ്. ജനപങ്കാളിത്തത്തോടു കൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു വേണ്ടി സഹകരിച്ച മുഴുവൻ വ്യക്തിത്വങ്ങൾക്കും അല്ലാഹു ഇരു ലോകത്തും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ നമ്മുടെ സദാത്യങ്ങളൊക്കെ കാണിച്ച മാർഗത്തിലൂടെ ചലിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല ദൂരീകരിച്ച് തരട്ടെ. നമ്മുടെ രോഗങ്ങളൊക്കെ അല്ലാഹു തആല ശിഫയാക്കി തരട്ടെ. നമ്മെ ഏവരെയും അല്ലാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.